വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാനെതിരെ തെളിവ് നിരത്തിയുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. തുർക്കി ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം, അത് എത്ര ഡ്രോണുകളാണ് ഉപയോഗിച്ചത്, ഏതൊക്കെ മേഖലകളെയാണ് ലക്ഷ്യം വെച്ചത്, ജനവാസ കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യം വയ്ക്കുന്നു. അതിൽ ഏത് തരത്തിലേക്ക് ഒരു വർഗീയ വിഭജനത്തിന് പാകിസ്ഥാൻ ശ്രമം നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അന്താരാഷ്ട്ര വിമാനങ്ങളെ മറയാക്കിയുള്ള ആക്രമണ ശ്രമം, ഇതെല്ലാം ഇന്ത്യ ഇപ്പോൾ വെളിപ്പെടുത്തുമ്പോൾ എന്താണ് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ പറയാനുള്ളത്? പാകിസ്ഥാന്റെ പ്രതികരണത്തിന് ഇപ്പോൾ പുറത്തു വരുന്ന പ്രതികരണമൊക്കെ അങ്ങേയറ്റം പരിഹാസ്യമായ പ്രതികരണങ്ങളാണ്. പക്ഷേ ഈ വിഷയത്തിലൊക്കെ ഗൗരവത്തിലുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മേഖലയിൽ നിന്നുള്ള പ്രതികരണം, മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം, അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതുമാണ്. പ്രജിൻ സി കണ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായുണ്ട്. പ്രജിൻ, ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നത് അത് അവരെ തന്നെ പരിഹാസ്യരാക്കി മാറ്റുന്ന രീതിയിലാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അവരുടെ ഭീഷണി മുഴക്കലിന് ഒരു കുറവുമില്ല. ഇനിയും സംഘർഷം വ്യാപിപ്പിക്കും എന്നത് അൽ ജസീറയോട് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ അവർ എന്ത് പറയുന്നു, ലോകരാഷ്ട്രങ്ങൾ എന്ത് പറയുന്നു എന്നൊക്കെയുള്ളതും ഇനിയും നിർണായകമാകാൻ പോവുകയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എവിടെ, സൈനിക മേധാവി എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് അവിടെ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ത്യ വെളിപ്പെടുത്തുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചത് ഏത് തരത്തിൽ കൂടുതൽ അനിശ്ചിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇപ്പോൾ തന്നെ അവിടെ ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്, കലാപമുണ്ട്. അനുജ, തീർച്ചയായിട്ടും അനുജ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞ കാര്യം, അതായത് ഇന്നലെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഒരു കവചം എന്നോണം, ഒരു ഷീൽഡ് എന്നോണം പാകിസ്ഥാൻ ഉപയോഗിച്ചത് അവരുടെ വ്യോമപാതയെ തന്നെയാണ്. കാരണം ആ രീതിയിൽ ഈ സൈനിക ആക്രമണം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സൈനിക നടപടി നടക്കുന്ന സമയത്ത് അവരുടെ വ്യോമപാത മറ്റ് സാധാരണ യാത്രാ വിമാനങ്ങൾക്കായി തുറന്നുകൊടുത്തു എന്ന രീതിയിലാണ്. അതൊന്നും അറിയാതെ യാത്രാ വിമാനങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ആക്രമണ സമയത്താണ് ദമാമിൽ നിന്നും ലാഹോറിലേക്ക് ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ വന്നത്. ആ സമയത്തൊക്കെ ഈ ഡ്രോൺ ആക്രമണങ്ങൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ വ്യോമ മേഖലയിലേക്കൊക്കെ തന്നെ ഒന്നിനു പിറകെ ഒന്നായി 400 ഡ്രോണുകൾ അയക്കപ്പെടുന്ന സാഹചര്യം, അതിന് പിന്നാലെ മിസൈൽ വർഷം, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു പ്രതിരോധം എന്ന നിലയിൽ ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യോമപാതയിൽ ഓൾറെഡി വന്നു കിടക്കുന്ന യാത്രാ വിമാനങ്ങൾക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ അതിലേക്ക് ലക്ഷ്യം മാറിയോ ഒക്കെ ഒരു ഹിറ്റ് നടന്നു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ, അങ്ങനെ ലോക സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താം എന്നൊക്കെയുള്ള ചില അത്രമാത്രം നീചമായ ചില ആസൂത്രണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ ഭാഗത്തുനിന്നും അതല്ലാതെ കൂടുതൽ പ്രതീക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് യുഎന്നിലടക്കം ഇന്ത്യൻ പ്രതിനിധികൾ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രം എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതും. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് സമയത്ത് കുട്ടികളെ കൂടി ഉപയോഗിക്കുക, കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഒക്കെ തന്നെ ഈ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരാൻ പറയുന്ന ഒരു പ്രതിരോധ മന്ത്രി ഒരു രാജ്യത്തുണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ പരസ്യമായി പോലും നടത്തുക, ഖ്വാജ ആസിഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണമാണത്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ആ രീതിയിൽ ഈ പ്രതിരോധത്തിനായി ഉപയോഗിക്കണം എന്ന് അവിടുത്തെ ഒരു മന്ത്രി തന്നെ പറയുക എന്നൊക്കെ നമുക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ അതൊക്കെ പാകിസ്ഥാന്റെ രീതികളാണ്, പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി തുടർന്നു പോരുന്ന രീതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു പുതുമയൊന്നുമില്ല. ഇതിനും അപ്പുറമില്ല നീചമായ പ്രവൃത്തികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാം, ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയും ഒക്കെ തന്നെയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്, അവരെന്തൊക്കെ തന്നെ ശ്രമങ്ങൾ നടത്തിയാലും അതിനെ വളരെ സൂക്ഷ്മമായാണ് ഇന്ത്യൻ സേനകൾ കൈകാര്യം ചെയ്തത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരൊറ്റൊരു കാര്യം മാത്രം മതി. ഇത്രമാത്രം പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ പോലും അത് ഇന്ത്യയിലേക്ക് വരുന്ന ഈ പറയുന്ന 400 ഡ്രോണുകളായാലും ഈ പറയുന്ന മിസൈലുകളാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫൈറ്റർ ജെറ്റിലാണെങ്കിലും അതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും എപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഹിറ്റ് നടക്കാൻ പോകുന്നതെന്ന് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ ഇന്ത്യൻ ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പറയുന്ന S-400 L-17 പോലെയുള്ള ഡിഫൻസ് അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ. അത് ഇന്ത്യക്ക് നൽകുന്ന കരുത്ത് വളരെ 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 വലുതാണ്. കാരണം ഏതാണ്ട് ഒരു 600 കിലോമീറ്റർ അകലെ പോലുമുള്ള ഈ മൂവിംഗ് ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ പറന്നു വരുന്ന ഡ്രോണുകളെയും മിസൈലുകളൊക്കെ ഒക്കെ തന്നെ കൃത്യമായി ഡിക്റ്റേറ്റ് ചെയ്യാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിവുണ്ട്. അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, എങ്ങോട്ടാണ് അതിന്റെ ദിശ, ഏത് രീതിയിൽ വരുന്നു, എത്ര വേഗത്തിൽ വരുന്നു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് ഈ S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ. അതൊക്കെ വളരെ കൃത്യമായി ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയായാലും ശരി, ഇനിയിപ്പോൾ പാകിസ്ഥാനിലും ശരി, എവിടെ നിന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാലും അത് ഈ 600 കിലോമീറ്റർ മുമ്പേ തന്നെ മനസ്സിലാക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. ഒരു 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ അതിനെ നിർവീര്യമാക്കാൻ പോകുന്ന അത്രയും
ദൂരത്തേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകളൊക്കെ നമുക്ക് സജ്ജമാണ്. അതുകൊണ്ട് അതിൽ ഇന്ത്യക്ക് യാതൊരു ഒരു ആശങ്കകളുമില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഇത്രയും നീചമായ ചില നീക്കങ്ങളാണ്. അതായത് അവരുടെ വ്യോമപാത യാത്രാ വിമാനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും അതേസമയം ഈ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി, അതിനൊക്കെ എന്ത് ന്യായമാണ് ഇനി പാകിസ്ഥാൻ പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.